ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോ ഹോണ്ട സ്പ്ലെൻഡറിൻ്റെ എഞ്ചിൻ വർക്കുമായി ബന്ധപ്പെട്ട വീഡിയോ ഉണ്ടത്. നിലവിൽ നമുക്ക് വണ്ടിക്ക് ടെസ്റ്റ് വർക്കും എഞ്ചിൻ വർക്കും കൂടിയിട്ടാണ്. ടെസ്റ്റ് വർക്കിൻ്റെ ഒപ്പം തന്നെ ഫുള്ളായിട്ട് വണ്ടി അഴിച്ച് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യണം. ആ കൂട്ടത്തിൽ തന്നെ എഞ്ചിനും കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അതായത് പുകയുടെ പ്രോബ്ലം കാര്യങ്ങളും അതുപോലെ ക്രാങ്കിൻ്റെ ചെറിയ വയറിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുള്ളായിട്ട് എഞ്ചിൻ അഴിച്ച് ഫുള്ളായിട്ട് റീസെറ്റ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ക്രാങ്ക് ഷാഫ്റ്റ് ഓൾറെഡി ക്രാങ്കും 3 ഐറ്റം നമ്മൾ ലെയ്ത്ത് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ക്രാങ്ക് ഷാഫ്റ്റ് നമ്മൾ ലെയ്ത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് 1 ഇയർ വാറണ്ടി ഉള്ളതാണ്. വാറണ്ടി തന്നെ നമുക്ക് വർക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇതും ലെയ്ത്ത് വർക്ക് വന്നതാണ്. ലെയ്ത്ത് വർക്ക് എന്ന് വെച്ചാൽ വാൽവ് നമ്മൾ കമ്പനി വാൽവ് ഇട്ടാണ്, ഒറിജിനൽ വാൽവ് ഇട്ടിട്ട് അതിനെ വാൽവിൻ്റെ ഗൈഡ് മാറ്റി സീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ലെയ്ത്തിൽ കൊടുത്തിട്ടാണ് നമ്മൾ സീറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെയുള്ളത് ഈ ക്ലച്ച് ഔട്ടർ യൂണിറ്റ്. ഈ ക്ലച്ച് ബെല്ലിൻ്റെ ഈ വന്ന ഐറ്റം, ഈ അലുമിനിയം പീസ് ഉണ്ടല്ലോ, അലുമിനിയം പീസ് നമ്മളത് മാറ്റി പുതിയത് സെറ്റ് ചെയ്തതാണ്. കാരണം അത് ക്ലച്ച് ഡിസ്ക് വന്ന് അടിച്ചടിച്ച് ഈ സൈഡിൽ ചെറിയ സ്റ്റെപ്പ് പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 ഐറ്റം നമ്മൾ ഓൾറെഡി ലെയ്ത്തിൽ കൊടുത്തിട്ട് അത് ക്ലിയർ ചെയ്തെടുത്താനാണ്. ലെയ്ത്തിൽ കൊടുത്തുന്ന രീതിയിലും ഓൾറെഡി അത് വാറണ്ടിയിലുള്ളതാണ് കേട്ടോ. വാറണ്ടി ഉള്ള രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തത്. പിന്നെ അത്യാവശ്യം നമുക്ക് ഡാമേജ് ഉള്ള ഭാഗങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ സിലിണ്ടറൊക്കെ നല്ല രീതിയിൽ തേമാനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓയിൽ കയറി കത്തുന്നൊരു കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സിലിണ്ടർ കിറ്റ് നമ്മൾ മാറ്റി പുതിയതാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സിലിണ്ടർ കിറ്റ് മാറ്റുമ്പോൾ നമുക്ക് 2250 രൂപ നമുക്ക് സിലിണ്ടർ കിറ്റ് വരാം. അത് കൂടാതെ കൊണ്ട് പിന്നെ നമുക്ക് അതിനകത്ത് വന്നത് ടൈമിംഗ് ചെയിൻ കാര്യങ്ങളുണ്ട്. ടൈമിംഗ് ചെയിൻ കിറ്റായിട്ട് മാറുന്നുണ്ട്. ടൈമിംഗ് ചെയിൻ കിറ്റ് അതേപോലെ 450 രൂപ നമുക്ക് അതിൻ്റെ കോസ്റ്റ് വന്നുണ്ട്. അതിൻ്റെ പുഷ് റോഡ് വിത്ത് സ്പ്രിങ് അത്രയായിട്ട് നമുക്ക് ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ക്ലച്ച് ഡിസ്കും അതിൻ്റെ പ്ലേറ്റും മാറ്റിയിടുന്നുണ്ട്. ഇത്ര ഐറ്റംസ്. പിന്നെ ഗിയർ ബോക്സിൻ്റെ ബെയറിങ്, ഗ്യാസ്കറ്റ്, ഇതൊക്കെ നോർമൽ നമുക്ക് രീതിയിൽ നമുക്ക് കംപ്ലയിൻറ്റ്സ് നമ്മളിപ്പോൾ എഞ്ചിനുമായി ബന്ധപ്പെട്ട വർക്കിന് വേണ്ടി അഴിക്കുന്ന സാധാരണ രീതിയിൽ നമുക്ക് മാറ്റേണ്ടതാണ്. പിന്നെ എന്താ നമുക്ക് ഇതിൻ്റെ ഗിയർ വീലുകൾ ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അതായത് 3rd ഗിയറും 2nd ഗിയറുമാണ് കൂടുതലായിട്ട് പ്രോബ്ലം കാണിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ആ കൂട്ടത്തിൽ കൂടെ നമുക്ക് 4th ഗിയറും കൂടി നമ്മൾ ചേഞ്ച് ചെയ്യാനുണ്ട്. അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ കൗണ്ടർ ഷാഫ്റ്റിന് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അതായത് ചെയിൻ സ്പോക്കറ്റ് വന്ന ഭാഗത്ത് അതിൻ്റെ പല്ലുകൾ തേമാനം വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അത് പിന്നീട് നമുക്ക് ആ ചെയിൻ സ്പോക്കറ്റ് എന്തെങ്കിലും അതിൻ്റെ മില്ലിങ്, അതായത് ഈ വന്ന ഐറ്റമാണ് കേട്ടോ, അതിൻ്റെ ഇവിടെ മില്ലിങ്ങിന് നല്ല രീതിയിൽ തേമാനം വന്നിട്ടൊരു ഏകദേശം ഒരു പകുതിയുടെ അടുത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ പിന്നീട് നമുക്ക് അതിൻ്റെ മില്ലിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റുന്നതിൽ നമ്മൾ റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് എഞ്ചിൻ നമുക്ക് അഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂട്ടത്തിൽ നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ കൗണ്ടർ ഷാഫ്റ്റ് മാറുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഗിയർ വീലുകളാണ്, ഗിയർ വീൽ സെറ്റുകൾ നമ്മൾ മാറ്റും. അപ്പോൾ 3 ഗിയർ വീലാണ്, 2nd, 3rd, 4th നമ്മൾ മാറ്റുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഗിയർ ബോക്സിൽ തന്നെ ഗ്യാസ്കറ്റുകൾ, ഓയിൽ പമ്പ്, അത്ര ഐറ്റംസ് ഫുള്ളായിട്ട് നമ്മൾ മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യുന്നത്. നമുക്കൊരു 1 ഇയർ വാറണ്ടിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് 1 വർഷം വാറണ്ടി, അതേപോലെ തന്നെ 1 വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്റർ നമ്മൾ ഓൾറെഡി വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാം. വർക്ക് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കൂടി അപ്ഡേറ്റ് ചെയ്തിടാം കൂട്ടത്തിക്കിടെ. ഓക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് എഞ്ചിൻ്റെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അഡീഷണൽ നമ്മളിപ്പോൾ എഞ്ചിൻ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് എഞ്ചിൻ വർക്കിന് അത്ര കോസ്റ്റ് വന്നിട്ടുള്ള ഒരു എസ്റ്റിമേറ്റൊക്കെ എഞ്ചിൻ സെറ്റിങ് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. അത് നമ്മൾ ഏകദേശം ഒരു ധാരണയിലാണ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഗിയർ വീൽ നമുക്ക് പറഞ്ഞതിൽ നിന്നും പുറമെ നമുക്ക് 4th ഗിയറിൻ്റെ വീൽ നമ്മൾ അഡീഷണൽ നമ്മൾ മാറുന്നുണ്ട്. കാരണം ഞാൻ ചെറിയൊരു തേമാനം ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നീട് നമുക്ക് അഴിക്കേണ്ട സിറ്റുവേഷൻ വരരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂട്ടത്തികൾ അതുകൂടി മാറ്റി വിടുന്നുണ്ട്. ഓക്കെ. നമുക്ക് എൻ്റെ എൻജിൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇവിടെ ചെയ്തേക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഗിയർ വീലുകൾ, അതായത് 2nd, 3rd, 4th, ഇത് കൗണ്ടർ ഷാഫ്റ്റും ഉണ്ട് കേട്ടോ. കൗണ്ടർ ഷാഫ്റ്റിൻ്റെ 2nd, 3rd, 4th 3 ഗിയർ വീല് മാറ്റിയിട്ടിട്ടാണ്. അതേപോലെ തന്നെ മെയിൻ ഷാഫ്റ്റിനും വരും 2nd, 3rd, 4th, അങ്ങനെ മൊത്തം 6 വീലുകൾ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ കൊണ്ട് ഈ കൗണ്ടർ ഷാഫ്റ്റ് ഇതും മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ക്രാങ്കൊക്കെ സെറ്റ് ചെയ്തതാണ്. കിക്കർ വീലിനോ റാച്ചറ്റ് വീലിനൊന്നും വേറെ പ്രോബ്ലംസ് ഇല്ല. അപ്പോൾ അത് കാരണം തൽക്കാലം അത് തന്നെ യൂസ് ചെയ്തിട്ടുള്ളൂ. മറ്റേത് ഗിയർ വീലുകൾക്ക് തേമാനം ഉള്ളത് കൊണ്ടാണ് ഗിയർ വീല് ചേഞ്ച് ചെയ്തിട്ടാണ്. അതിനകത്ത് 4th ഗിയർ മാത്രമാണ് അത്രയും വലിയ കോംപ്ലിക്കേഷൻ ഇല്ലാത്തുള്ളൂ. പക്ഷേ എങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 4th ആയതുകൊണ്ട് ആ കൂട്ടത്തിൽ അതും കൂടി ചേഞ്ച് ചെയ്തെന്നുള്ളൂ. ഇതാണ് നമുക്ക് മാറ്റിയേക്കുന്ന വീലുകൾ കേട്ടോ. ഗിയർ വീലുകളാണ് ഈ മാറ്റിയിട്ടാണത്. ഈ ഷാഫ്റ്റ് അടക്കം ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷാഫ്റ്റ് മാറ്റാനുള്ള കാരണം ആ സ്പോക്കറ്റിൻ്റെ അവിടെ വന്ന ആ തേമാനമാണ്. ആ തേമാനം ഇപ്പോൾ കുറച്ച് കാണുന്നുള്ളൂ എന്നുണ്ടെങ്കിലും ഒരല്പം പ്ലേ വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നായിരിക്കും പിടിപിടിന്ന് ആ കംപ്ലയിൻറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ അഴിച്ചേക്കാണ്. ആ കൂട്ടത്തിൽ നമ്മളത് ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഏകദേശം ഒരു 300-400 ഷാഫ്റ്റിന് വിലയുള്ളൂ. അപ്പോൾ കൂട്ടത്തിൽ നമ്മളത് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എഞ്ചിൻ്റെ ഉള്ളിൽ നിലവിൽ വന്നേക്കുന്ന കേസുകൾ ഗിയർ വീലുകൾ ഇതാണ്. പിന്നെ അത് കൂടാതെ അതിൻ്റെ സെൻട്രൽ വന്ന ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങുകൾ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഷാഫ്റ്റിന് ഈ കവറിന് തന്നെ ഈ ബെയറിങ്ങുകളും കൂട്ടത്തിൽ മാറ്റിയതാണ്.
നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനകത്ത് നമുക്കപ്പോൾ ഈ ക്ലച്ച് ബെല്ല് നമ്മൾ മാറ്റിയായിരുന്നതാണ്. അത് കൂടാതെ നമുക്ക് അതിൻ്റെ സെൻട്രൽ ക്ലച്ച് ഈ വീലും തേമാനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലച്ച് ഡിസ്ക് പ്ലേറ്റ് അതൊക്കെ മാറ്റി പുതിയിട്ടാണ് കേട്ടോ. ഹീറോൻ്റെ കമ്പനി ആയിട്ടാണ് നമുക്ക് യൂസ് ചെയ്തതാണ്. എല്ലാം ഒറിജിനൽ പാർട്സ് മാത്രമേ ഉള്ളൂ കേട്ടോ, ജെന്യൂൻ പാർട്സ് മാത്രമേ ഉള്ളൂ. ഡിസ്ക് പ്ലേറ്റ് എല്ലാം പുതിയതാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഓയിൽ പമ്പും 15 വർഷം പഴക്കമുള്ളതുള്ളൂ. അപ്പോൾ നമുക്ക് കൂട്ടത്തിൽ കൂടെ അതിൻ്റെ ഓയിൽ പമ്പ് കൂടി മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബാക്കിയൊക്കെ ക്ലിയറായിട്ട് ഓയിൽ പമ്പിങ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ എഞ്ചിൻ ലൈഫ് നേരെ താഴേക്ക് വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ പമ്പ് അടക്കം ഫുള്ളായിട്ട് മാറ്റിയിട്ടാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ അപ്ഡേഷൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അതിൻ്റെ സിലിണ്ടർ കിറ്റിൻ്റെ ഭാഗം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പിസ്റ്റൺ സ്റ്റാൻഡേർഡ് പിസ്റ്റൺ സിലിണ്ടർ കിറ്റേപ്പാടി നമ്മൾ മാറ്റിയേക്കാണ്. അതേപോലെ തന്നെ ടൈം ഇഞ്ചിൻ കിറ്റായിട്ടാണ് മാറ്റിയേക്കണേ. ടൈം ഇഞ്ചിൻ അതിൻ്റെ വീല്, സിലിണ്ടറിൻ്റെ ഉള്ളിൽ തന്നെ വീല്, പിന്നെ പുഷ് റോഡിൻ്റെ കിറ്റ്, പുഷ് റോഡ്, സ്പ്രിങ്, അതിൻ്റെ പുഷ് കാര്യങ്ങളൊക്കെ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ അതിൻ്റെ ഹെഡിൻ്റെ ഭാഗം കൂടി നോക്കണം നമുക്ക് കേട്ടോ. ഹെഡ് നമ്മൾ വാൽവൊക്കെ സീറ്റ് ചെയ്ത് റെഡിയാക്കി കയറ്റിയാണ്. പിന്നെ ആ കൂട്ടത്തിൽ നമുക്ക് മാറ്റേണ്ടത് ഒന്ന് ക്യാം ഷാഫ്റ്റും റോക്കർ സെറ്റും കൂടി നമുക്ക് സെറ്റ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ബാക്കിയത്തെ സെറ്റിങ്സ് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിനെ പെയിൻറ്റിങ് ഉള്ളത് കൊണ്ട് ഇനിയിപ്പോൾ എഞ്ചിൻ ഭാഗം പെയിൻറ്റിങ്ങിലേക്ക് പോകും. അതിന് ശേഷമാണ് നമുക്ക് വണ്ടിമേക്ക് ഫിറ്റിങ് വരുള്ളൂ. മൊത്തത്തിൽ ആണ് റീഫിറ്റിങ് തന്നെ കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമുക്ക് അതിൻ്റെമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന പാർട്സുകളുടെ ഡീറ്റെയിൽസും ചെയ്യുന്ന വർക്കിൻ്റെ ഡീറ്റെയിൽസും അപ്ഡേറ്റ് ചെയ്തതാണ്. ഓക്കെ.